ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഓഫീസിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നത് ആ ഓഫീസിൽ ആദ്യം ചെക്ക് ചെയ്യുന്നത് അവരുടെ കോൾ സെന്ററിലേക്ക് ഞാൻ ഹായ് മെസ്സേജ് അയക്കും. ഉണ്ടാവുമല്ലോ, വാട്സപ്പ് നമ്പർ ഉണ്ടാവുമല്ലോ. ഇവിടുന്ന് വരുന്ന റെസ്പോൺസിന്റെ സ്പീഡാണ് മൈ ഫസ്റ്റ് ക്രൈറ്റീരിയ ആസ് എ കൺസൾട്ടന്റ്. അതിലെനിക്ക് എത്ര സ്പീഡിലാണോ അവൻ മറുപടി അയക്കുന്നത് അത്രയും ഞാൻ ഒരു മാർക്ക് കൊടുക്കും. ദാറ്റ് മീൻസ് നമ്മളെ നേരിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കോൾ സെന്റർ. കോൾ ടു ആക്ഷൻ അല്ലേ? കോൾ ടു ആക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. ഈ കോൾ ടു ആക്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം ഫെയിലിയർ ആവും. പക്ഷെ ആരാണ് ഉത്തരവാദി? നമ്മളല്ല ഉത്തരവാദി അവരാണ്. അവരെ കോൾ സെന്ററാണ്. പക്ഷെ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കും. കാര്യങ്ങൾ പോണ പോക്കുണ്ടോ നിങ്ങൾ? അപ്പോൾ എഫക്റ്റീവ്നെസ് ഓഫ് കോൾ സെന്റർ, എഫക്റ്റീവ്നെസ് ഓഫ് കോൾ ടു ആക്ഷൻ, ഈ ഏരിയ മുതലാണ്. അതായത് നമ്മൾ പറഞ്ഞു അടുക്കളയിൽ കയറിയിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അടുക്കള ക്ലീൻ ആണോ, എന്നിട്ടാണ് നമ്മൾ എന്താ പറയുക ഡൈനിങ് ഹാളിലേക്ക് വരുന്നത്. അവിടെ മുതൽ ഇതിന്റെ പണി തുടങ്ങുകയാണ്. അപ്പം കൺസ്ട്രെയിൻസ് ഒഴിവാക്കാനായിട്ട് ജെൻഎക്സിന്റെ സ്വഭാവം നിങ്ങൾ പഠിക്കണം, ബ്രാൻഡിങ് പ്രോട്ടോകോൾ നിങ്ങൾ പഠിക്കണം, മാർക്കറ്റിങ്ങിന്റെ രീതി പഠിക്കണം. അതിൽ തന്നെ പല വെർട്ടിക്കിൾ വരാൻ തുടങ്ങി. ജെൻഎക്സ്, ജെൻസി, അങ്ങനെ ജെൻ ആൽഫ, ജെൻ ബീറ്റ, അതൊക്കെ പ്രത്യേക വെർട്ടിക്കിൾ, അതൊക്കെ അത് വേറെയാ. ഇങ്ങനെ ഒരു അഡ്വർടൈസിങ് സ്റ്റുഡൻറ്റിൻ്റെ ആർജവത്തിൽ ബ്രാൻഡിനെ കാണാൻ പഠിച്ച് അതൊരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം ഈ ബ്രാൻഡ് ഓണേഴ്സിൻ്റെ ഈ കൺസ്ട്രെയിൻ, ഈ കോൾ സെൻറ്റർ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ബേസിക്കായി ലീനിയൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ജോബ് ഇൻ ദി വേൾഡ്.